ഈ ഒരു ബോഡി ഷേപ്പിൽ നിന്നും ഈ ഒരു ബോഡി ഷേപ്പിലേക്ക് പ്രോട്ടീൻ പൗഡറോ സപ്ലിമെന്റോ ഒന്നും ഇല്ലാതെ എങ്ങനെ എത്തിയെന്ന് അറിയാവോ? പറഞ്ഞുതരാം. 2023 The year I hit rock bottom, head broken, defeated and lost. ജോലിയുടെ പ്രഷർ കാരണം ജോലിയും കളഞ്ഞ് ലൈഫ് ലോങ് കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞവരെല്ലാം അവരുടെ വഴിക്ക് പോയി. ജോലി ഇല്ലാത്തതിന് വീട്ടിലെ പ്രഷറും താങ്ങാൻ പറ്റാതെ വീട് വിട്ട് എറണാകുളത്ത് കൂട്ടുകാരന്മാരുടെ കൂടെ പോയി പട്ടിണി കിടന്ന് മടുത്ത് പിന്നെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാത്തൊരു സിറ്റുവേഷൻ നിൽക്കുമായിരുന്നു. ഐ തോട്ട് അബൌട്ട് ഗിവിംഗ് അപ്പ്. ഐ വാസ് വീക്ക് മെന്റലി, ഫിസിക്കലി, ഇമോഷണലി. ഒരു ദിവസം ഞാൻ ഡേവിഡ് ഗോഗിൻസിന്റെ ഒരു റീല് കണ്ടു. ഡേവിഡ് ഗോഗിൻസ് കിഡ്നി ഫെയിലിയറും ഒടിഞ്ഞ കാലും കൊണ്ട് 24 മണിക്കൂർ കൊണ്ട് 160 കിലോമീറ്റർ ഓടി തീർത്തു. പുള്ളിക്കാരന്റെ ക്യാൻ ഹെൽപ്പ് മീ എന്നുള്ള ബുക്ക് വായിച്ചപ്പോൾ പുള്ളിയുടെ ഡാർക്കസ്റ്റ് ചൈൽഡ്ഹുഡിനെ കുറിച്ച് ഞാൻ അറിഞ്ഞു. എന്റെ പ്രശ്നങ്ങളൊന്നും പുള്ളിയുടെ പ്രശ്നങ്ങളെ വെച്ച് നോക്കുവാണെങ്കിൽ ഒന്നും അല്ലെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ലൈഫിൽ ചേഞ്ച് കൊണ്ടുവരാൻ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ബട്ട് ഓൺലി പ്രോബ്ലം വാസ് മീ. 2024 a year of relentless hard work. No excuses, no shortcuts, no distractions. ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി, ജിമ്മിൽ പോകാൻ തുടങ്ങി. എന്നെ കൊണ്ട് ഒരിക്കലും ചെയ്യാൻ പറ്റത്തില്ലെന്ന് വിചാരിച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യാൻ തുടങ്ങി. പണ്ട് നിർത്തി വെച്ചിരുന്ന യൂട്യൂബ് ചാനലിൽ വീണ്ടും വീഡിയോ ഇടാൻ തുടങ്ങി. മൈ ബോഡി ബിക്കം സ്ട്രോങ്, സോ വാസ് മൈൻഡ്. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും പതുക്കെ ഫോളോവേഴ്സ് കയറാൻ തുടങ്ങി. യൂട്യൂബിൽ നിന്ന് ഞാൻ ഏൺ ചെയ്യാൻ തുടങ്ങി. ഇത് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ദിസ് ഈസ് യുവർ സൈൻ ടു സ്റ്റാർട്ട് നൗ. ലൈഫ് പഠിപ്പിച്ചൊരു കാര്യമുണ്ട്, ദർ ഇസ് നോ പെർഫെക്റ്റ് ടൈം ഫോർ എനിത്തിങ്. നിങ്ങൾ ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നാളത്തേക്ക് മാറ്റി വെക്കാതെ അത് ഇന്ന് ചെയ്യണം. നിങ്ങളിപ്പോ ഫേസ് ചെയ്യുന്ന ഹാർഡ് ഡേയ്സ് ഇസ് ദർ ഫോർ എ റീസൺ. ഗുഡ് ഡേയ്സ് മേഡ് മീ വീക്ക്, ബട്ട് ദോസ് ഹാർഡ് ഡേയ്സ് മേഡ് മീ സ്ട്രോങ്. സോ സ്റ്റേ ഫോക്കസ്ഡ്, സ്റ്റേ ഹാർഡ്.